ഛത്തീസ്ഗഡ് കഴിഞ്ഞു, ഇപ്പോൾ ഒഡീഷയാണ്. കന്യാസ്ത്രീകൾക്കും ക്രൈസ്തവ മിഷണറിമാർക്കും പ്രവർത്തിക്കാൻ ഈ രാജ്യത്തൊരിടത്തും സാധിക്കുന്നില്ല. അവരിങ്ങനെ പ്രാർത്ഥനയും ആളുകൾക്ക് നന്മ ചെയ്യുന്ന പ്രവർത്തികളുമായി നടക്കുമ്പോൾ എന്തിനാണ് ഭീകര സംഘടനയായ ബജ്റംഗ് അവരെ ആക്രമിക്കുന്നത്? വജ്രാംഗദൾ എന്നാണ് ശരിക്കും, ബജ്റംഗമല്ല. വജ്രാംഗൻ എന്ന് പറഞ്ഞാൽ ഹനുമാൻ എന്നാണ് അർത്ഥം. വജ്രമേറ്റ് മുറിഞ്ഞവൻ എന്നുള്ള നിലയ്ക്ക് ഒരു ചരിത്രമുണ്ട്. അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന്, ജോൺ ബ്രിട്ടാസ് ഇങ്ങനെ ഗദ്ഗതകണ്ഠനായി സംസാരിക്കുന്നു. ജോൺ ബ്രിട്ടാസ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പഴയ സെമിനാരിയിലെ വിദ്യാർത്ഥിയാണ്. പിയുടെ മകളുടെ വിവാഹം നടത്തിയത് അതെ, അതിൽ പള്ളിയിൽ വെച്ചാണ്. അല്ല, അതിലായിക്കോട്ടെ. അദ്ദേഹം പഴയ സെമിനാരിയിൽ അച്ഛനാകാൻ വേണ്ടി പോയിട്ട് അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയോ സ്വയം പുറത്തു പോവുകയോ ചെയ്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതിനോടൊരു ചായ്വ് വരുന്നതിൽ ഞാൻ ഒട്ടും കുറ്റം പറയും. അല്ലെങ്കിൽ ബ്രിട്ടാസ് അതെ 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 ആയിരുന്നെങ്കിൽ ആ സഭയുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ മതപരിവർത്തനത്തിന് ഒരു സ്വാതന്ത്ര്യവും ഇല്ല എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ഇവാഞ്ചലൈസേഷൻ സോഷ്യൽ ആക്ഷൻ ഫോറം എന്ന പേരിൽ ഒരു സംഘടനയുണ്ട്. അവരുടെയാണ് ഇസാഫ് ബാങ്ക് എന്ന് പറയുന്നത്. ഇസാഫ് എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലൈസേഷൻ സോഷ്യൽ ആക്ഷൻ ഫോറം എന്നാണ്. ആണോ? എനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ. ഇവാഞ്ചലൈസേഷൻ സോഷ്യൽ ആക്ഷൻ ഫോറം. അത് മതം മാറ്റത്തിന് വേണ്ടിയുള്ള ബാങ്ക് എന്ന് പറയാമോ? അതെ, അത് മതം മാറ്റത്തിന് വേണ്ടിയുള്ള സംഘടനയാണ്. അവർ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. അവരുടെ രജിസ്റ്റേർഡ് ഓഫീസും കാര്യങ്ങളൊക്കെ ഈ മണ്ണുത്തിയിൽ കേരളത്തിലാണ്, തൃശ്ശൂരാണ്. അവർ ഒറീസയിലും ഛത്തീസ്ഗഡിലുമെല്ലാം അവിടുത്തെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള സ്ത്രീകൾക്കിടയിൽ പ്രവർത്തിച്ച് അവരെ മതം മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളൊരു സംഘടനയാണ്. അവർ ഈ സ്വയം സഹായ ഗ്രൂപ്പുകളൊക്കെ, സ്വയം സഹായ സംഘങ്ങൾ. ഇതിനാദ്യം പണം കിട്ടുന്നത് വിദേശത്ത് നിന്നാണ്. വിദേശത്ത് നിന്നുള്ള പണം സ്വീകരിച്ചിട്ട് ആ പണം കൊണ്ടുപോയി ഇങ്ങനെ കൊടുത്തതിന് ശേഷമാണ് ആക്ഷൻ ഫോറമാണല്ലോ. അപ്പോൾ ഈ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസ് ചെയ്തത് തന്നെയാണ്. അതെ, ഇത് തന്നെയാണ് ചെയ്തത്. മുഹമ്മദ് യൂനിസ് ഇവരെല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. 4% പലിശക്ക് പണം വാങ്ങിയിട്ട് 38% പലിശക്ക് കൊടുത്തിട്ട് ഇവരെല്ലാം തീരാ കടത്തിന് അടിമകളാക്കി തീർക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് വസ്തുത. മുഹമ്മദ് യൂനിസ് ചെയ്തതും ഇസാഫ് ചെയ്യുന്നതും അതുതന്നെയാണ്. ഇസാഫിന്റെ ഈ ലോഗോയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഒരു കുരിശ് പോലെ. അല്ല, അത് അങ്ങനെ പറ്റുള്ളൂ. അതിൻ്റെ ഒരു അതാണ്. അതൊരു ബാങ്കായി പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തൊരു രാജ്യമാണിത്. അത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് സ്മോൾ ഫിനാൻസിങ് ബാങ്കുകൾക്ക് കൊടുക്കുന്നതിൻ്റെ അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സംശയമുണ്ട്, പ്രത്യേകിച്ച് സാറ് എന്നോട് തന്നെ ചോദിക്കണം. അതായത് ഈ കാത്തലിക് സിറിയൻ ബാങ്ക് ഉണ്ടല്ലോ, കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ആ പേര് പറ്റത്തില്ല എന്ന് റിസർവ് ബാങ്ക് പറഞ്ഞു. അപ്പോൾ അവർ CSB എന്നാക്കി. അങ്ങനെ ഉണ്ടെങ്കിൽ ഇസാഫ് എന്നുള്ളത് ഇങ്ങനെ വലുതാക്കിയതായിരിക്കാം. അതൊന്ന് അന്വേഷിക്കേണ്ടതാണ്. എനിക്ക് അതിന്റെ സാങ്കേതിക അങ്ങനെ പേരുണ്ടെങ്കിൽ RBI അംഗീകരിക്കത്തില്ലല്ലോ. ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല, ഇത് ആധികാരികമായാണോ സാറ് റെഫർ ചെയ്തിട്ടാണോ? ഞാൻ റെഫർ ചെയ്തിട്ട് ആധികാരികമായിട്ട്, കാരണം ഒരു ബാങ്കാണ്, വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവാഞ്ചലൈസേഷന്റെ സോഷ്യൽ ആക്ഷൻ ഫോറം, അതാണ് ആ ബാങ്കിന്റെ ഇസാഫ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ ഇവാഞ്ചലൈസേഷൻ ഉറപ്പാണല്ലോ. ഉറപ്പ്, 100% ഉറപ്പ്. ഇനി ഞാൻ വസ്തുതകളിലേക്ക് വരാം. 36 സംഘടനകൾ ഇന്റർനാഷണലായിട്ട് പ്രവർത്തിച്ചിട്ട് ഇവാഞ്ചലൈസേഷന് ധനസഹായം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ലോകത്തിലുള്ള 36 പ്രമുഖമായ സംഘടനകൾ. നിങ്ങളിത് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതൊന്നും ഒരു രഹസ്യമുള്ളൊരു കാര്യമൊന്നുമല്ല. ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ സംഘടനകളാണ് ഇവിടെ കൊടുക്കണമെന്നുള്ളതിൻ്റെ ലിസ്റ്റ് കിട്ടും. അതിൽ ഏറ്റവും 1927 മുതൽ ഇന്ത്യയിൽ മതപരിവർത്തനത്തിന് വേണ്ടി ഫണ്ടിങ് കൊടുത്തിട്ടുള്ളൊരു സംഘടനയുണ്ട്. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ക്രോവൽ ട്രസ്റ്റ് എന്നാണ്. CROWELL ട്രസ്റ്റ്, ക്രോവൽ ട്രസ്റ്റ്. ഹെൻറി പാഴ്സൺ ക്രോവലും സൂസൻ കോൾമൻ ക്രോവലും ചേർന്ന് സ്ഥാപിച്ചു. ഇവർ രണ്ടുപേരും വലിയ വ്യാപാര വ്യവസായികളും വലിയ കാശുണ്ടാക്കിയവരുമാണ്. അവർ ഈ കാശുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒരു ഭാഗം യേശുദേവൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് ഉണ്ടാക്കിയാണ്. അത് ഉണ്ടാക്കിയ അന്ന് തുടങ്ങി
ഇന്ത്യയിൽ മതപരിവർത്തനത്തിന് വേണ്ടി അവർ പണം കൊടുക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ക്രിസ്തു മത പ്രചാരണത്തിനായി സക്രിയമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും പണം കൊടുക്കും. അതാണ് അവരുടെ ലക്ഷ്യം. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി പണം കൊടുക്കും. സ്പെസിഫിക്കായ മതപരിവർത്തനത്തിന് വേണ്ടി പണം കൊടുക്കും. സുവിശേഷവൽക്കരണം എത്തിയിട്ടില്ലാത്ത മേഖലകളിലേക്ക് അത് എത്തിക്കുന്നതിന് വേണ്ടിയും അവിടെയെല്ലാം ബൈബിൾ പ്രചരിപ്പിക്കുകയും യേശുദേവൻ്റെ രക്ഷാമാർഗത്തിലേക്ക് ഇവരെല്ലാം ആനയിക്കുന്നതിനും വേണ്ടി പണം കൊടുക്കും. മതപരിവർത്തനത്തിന് പണം കൊടുക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇപ്പോൾ അതിൻ്റെ ട്രസ്റ്റികൾ ആരൊക്കെയെന്ന് വെച്ചാൽ പോൾ ബാർത്തിക് വിക്, ടോം ലിൻ ആൻഡ് ജോൺ ലിവിക്. ഇവർ 3 പേര് കൂടി ചേർന്നിട്ടാണ് ഇപ്പോഴും പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്തിനൊക്കെയാണെന്നറിയാം ഇവരോട് കൂടെ പണം കൊടുക്കുന്നത്? ദളിത് ഫ്രീഡം നെറ്റ്വർക്ക്. എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്നറിയാമോ? ദളിതർക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല, അവർ വലിയ രീതിയിൽ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നു, അവരുടെ സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിലൂടെ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ് എന്ന് വെച്ചാൽ മതപരിവർത്തനം. ഇതൊക്കെ പറയും ലക്ഷ്യം കാശുകുറുക്കിയെടുക്കുമ്പോൾ. വേറൊരു കാര്യം, ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിൽ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, പ്രസിദ്ധമാണ്. അതിനും ഇവർ കാശ് കൊടുക്കുന്നുണ്ട്. ഇവരുടെ വേറൊരു മേഖല ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ദളിത് ദ്രോഹ സാഹിത്യത്തിൻ്റെ നിർമ്മിതിക്കും പ്രചാരണത്തിനും വേണ്ടി. ദളിത് ദ്രോഹം എന്ന് പറഞ്ഞാൽ ദളിതർ വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന അനുഭവ കഥകളും അല്ലാത്ത കഥകളും ഒക്കെ സാഹിത്യ രൂപത്തിലാക്കി എഴുതി പ്രചരിപ്പിച്ച് അതിനെ നേടുക. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിലനിൽക്കുന്ന ഹിന്ദുധർമ്മം സങ്കല്പം ആണ് ഈ ദളിത പീഡനത്തിൻ്റെ മുഖ്യ കാരണം എന്ന് പ്രചരിപ്പിക്കുക. അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇവർ കാശ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇനി ഈ സംഘടന ഇപ്പം ഇവിടെ പറഞ്ഞു നടക്കുന്നവരുടെയൊക്കെ വേറെ അന്വേഷിച്ച് പോയിക്കോളൂ. വേറെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇവർക്ക് പൈസ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവരെവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? ഡൽഹി, ഹരിയാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, തെലങ്കാന, തമിഴ്നാട്, ഈ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായ രീതിയിൽ ക്രൈസ്തവ മതപരിവർത്തനം നടന്നിട്ടുണ്ടല്ലോ. ആർക്ക് നിഷേധിക്കാൻ പറ്റും? ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. സ്വമേധയാ ആളുകൾ ഇങ്ങോട്ട് വരുന്ന സ്വമേധയാ ഒരാൾ അപ്പം സ്വമേധയാ വരുന്നതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ദളിത് ഫ്രീഡം നെറ്റ്വർക്കും ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിലും എല്ലാം ഈ ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇതുമായിട്ട് പോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് ബൈബിളുമായിട്ട് പോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ പിടിച്ചിട്ട് ഇത് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇസാഫ് ധനസഹായം കൊടുത്ത് ആളുകളെ കൂട്ടി അവരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്നത്? എനിക്ക് എപ്പോഴും ഒരു സംശയം, ഇസാഫ് ഈ പ്രവർത്തിക്കുന്ന RBIയുടെ ചട്ടങ്ങളനുസരിച്ചല്ല. അപ്പൊ എങ്ങനെ അതിനകത്ത് മതപരിവർത്തന ലക്ഷ്യം ആരോപിക്കാൻ പറ്റും? മതപരിവർത്തനം ആദ്യഘട്ടത്തിലായിരുന്നു, ഇപ്പൊ ഇൻഡയറക്റ്റ് ആണ്. ഇപ്പൊ പിന്നെ കാശായിരിക്കും ചിലപ്പോൾ പ്രധാനം ഇവർക്കും. ഇനി വേറൊരു കാര്യം, എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് ഒരു സംഘടനയുണ്ട്, അവർക്ക് കാശ് കിട്ടുന്നുണ്ട്. കാത്തലിക് ചാരിറ്റി ജർമ്മനിലുള്ള സംഘടനയാണ്. അവർ കത്തോലിക്ക മതത്തിലുള്ളവർക്ക് മാത്രമാണ് കാശ് കൊടുക്കുന്നത്, അവരുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. ക്രിസ്ത്യൻ എയ്ഡ്സ് UK-യിലുള്ളൊരു സംഘടനയാണ്, അവരും പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോൾ ഹാംലിയൻ ഫൗണ്ടേഷൻ UK തന്നെ, അവരും പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വരുത്തി. പക്ഷേ അവരിവിടൊക്കെ കാശ് കൊടുക്കുന്നു, UK-യിലുള്ളവരെല്ലാം മുസ്ലിമായിട്ട് മാറുന്നു. അല്ല, ഇവിടെ കാശ് കൊടുത്തിട്ട് ഇവർ ഇതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു. UK-യിൽ ഇസ്ലാം. ഇനി ഗ്ലോബൽ മിനിസ്ട്രീസ്, ക്രിസ്ത്യൻ ആക്ഷൻ ഫോർ ഇന്ത്യ, ഇതൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇന്ത്യയിലുണ്ട്. അതിൽ ചില സംഗതി ഇപ്പം മറ്റേതില്ലേ, ജർമ്മനിയിലുള്ളത്, ജർമ്മനി കാത്തലിക് ചാരിറ്റി, അതിന് ചില വ്യവസ്ഥയുണ്ട്. അതിൻ്റെ ഒരു അപേക്ഷ ശുപാർശ ചെയ്യേണ്ടത് ബിഷപ്പാണ്. കാത്തലിക് ബിഷപ്പ് ശുപാർശ ചെയ്താലേ അവർ പൈസ കൊടുക്കുള്ളൂ. എവിടെ നിന്നൊക്കെയാണ് ഇവർക്ക് പൈസ കിട്ടിയിട്ടുള്ളത്? ആ പണം മുഴുവനായിട്ട് മതപരിവർത്തനത്തിന് ഉപയോഗിച്ചു എന്ന ആക്ഷേപം എനിക്കില്ല. അതിന്ന് പലരും ചിലപ്പോൾ പലതരത്തിൽ ഉപയോഗിച്ചു കാണും. പക്ഷേ മതപരിവർത്തന ലക്ഷ്യത്തോടു കൂടി വിദേശത്തു നിന്ന് ധനസഹായം സ്വീകരിക്കുകയും ആ ധനസഹായം സ്വീകരിച്ചിട്ട് ദരിദ്രരായിട്ടുള്ള ജനവിഭാഗങ്ങളെ അതിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ഇതെന്താണ് എന്നറിയാത്തത്, യേശുക്രിസ്തു ചുക്കാണോ ചുണ്ണാമ്പാണോ എന്നറിയാത്തവരാണ് അവർ.
പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കേട്ടിട്ടുമില്ല, അവർക്ക് പരിചയമുള്ള ജീവിത പരിസരങ്ങളിൽ എന്നും ഇല്ല. അപ്പോൾ പിന്നെ അവർക്ക് കൊണ്ട് ബൈബിൾ കൊടുത്തിട്ട് അവർ ഏത് ഭാഷയിൽ വായിക്കും? ബൈബിൾ എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ആളുകൾ ഇതിനകത്തേക്ക് മതം മാറ്റുന്നുണ്ട്. ആ മതം മാറ്റം നടത്താൻ ഞങ്ങൾക്ക് ജന്മന അവകാശമുണ്ട്, വിദേശത്തു നിന്നും മറ്റും പണം സ്വീകരിച്ച് ഈ മതം മാറ്റം നടത്താൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം അധികം പേര് തയ്യാറാകില്ല. അതാണ് ഇപ്പോൾ ഒഡീഷയിലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നടക്കുന്നത്. അല്ല, ഈ വടക്കേ ഇന്ത്യയിൽ ഇവർ ഈ പോകുന്നത് ഈ ആദിവാസി മേഖലയിലേക്ക് ഇവർ എന്തിനാണ് പോകുന്നത്? അവർക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്? അവരെ പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ വേണ്ടി പോകുന്നതല്ലേ? അല്ലാന്ന് പറയട്ടെ. വളരെ മുഖ്യമായൊരു ചോദ്യമുണ്ടല്ലോ. യു പിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രദേശത്തെല്ലാം മുസ്ലിങ്ങളുണ്ടല്ലോ. അവരുടെ ദരിദ്രാവസ്ഥയുണ്ട്. അല്ല, അതിദരിദ്രമായ ജീവിതം ഉണ്ടല്ലോ. എന്താണ് അവർക്ക് ഈ പറഞ്ഞ സഹായമൊന്നും വേണ്ടേ? അല്ല, വേണ്ട എന്നുണ്ടോ? അപ്പോൾ ഒരു കാര്യമുണ്ട്, മതപരിവർത്തനമാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്വാധീനിച്ച് അലോർമെൻറ്റിലൂടെ ഭീഷണിപ്പെടുത്തി കൊയേഴ്സണിലൂടെ മതപരിവർത്തനമാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുക എന്നത് BJPയുടെ പ്രഖ്യാപിത നയമാണ്. അതുകൊണ്ട് BJP അത് രഹസ്യമായിട്ട് വെച്ചിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. ഇങ്ങനെ ഇത് സ്വാധീനിച്ചും പ്രീതിപ്പെടുത്തിയും പ്രീണിപ്പിച്ചും മതപരിവർത്തനം നടത്താൻ വേണ്ടി പരിശ്രമിക്കുമെന്നുണ്ടെങ്കിൽ അതിനെ നിയമം മൂലം തടയണം. ആ അഭിപ്രായക്കാരനാണ് മഹാത്മാഗാന്ധി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ, മഹാത്മാഗാന്ധിയേക്കാൾ വലിയ സെക്കുലറിസ്റ്റുകളല്ല ഇവരാരും. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നത്, ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു കത്തോലിക്ക അകത്തോലിക്ക സഭാ അധ്യക്ഷന്മാരും മഹാത്മാഗാന്ധിയോളം വരുന്ന മഹത്വം അവകാശപ്പെടാവുന്ന ഒരു കൺവേർഷൻ ഈസ് വയലൻസ് അല്ല, ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് മാൻ ആൻഡ് ഗോഡ്. അതിൽ കഴിഞ്ഞ് എന്ത് വേണം? ഇനി അത് മാത്രമല്ല, എൻ്റെ കുട്ടികൾ ആയിരത്താണ്ടുകളായി അവർ ആചരിച്ച് വന്നിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ നിന്നും അവരെ ഒരു ദിവസം മാറ്റി അവരുടെ പട്ടിണി മുതലെടുത്ത് അവരെ മാറ്റുമ്പോൾ അതിനെ നിസ്സഹായനായി നോക്കി നിൽക്കാൻ എൻ്റെ മതബോധം എന്നെ സമ്മതിക്കുന്നില്ല എന്ന് എഴുതി വെച്ചിട്ടുള്ള ആളാണ് മഹാത്മാഗാന്ധി. അവിടെ കൊണ്ടും കഴിയുന്നില്ല. മതപരിവർത്തനത്തിനായി ഒരു കൈയിൽ സഹായവുമായി പോകുന്ന ഒരാൾ, തൻ്റെ മതമാണ് ഏറ്റവും മഹത്ത് എന്ന് പ്രചരിപ്പിക്കാൻ പോകുന്ന ഒരാൾ ഇത് കച്ചവടക്കാരനാണെന്നാണ് പറഞ്ഞത്. ഇതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് വാർത്താൻ വരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ വേറൊന്നും കൂടിയുണ്ട്. നിങ്ങൾ സർവ്വമത സമത്വം അംഗീകരിക്കുന്നുണ്ടോ ആണ് എൻ്റെ ചോദ്യം. അംഗീകരിക്കുന്നുണ്ടോ? അതാണ് സെക്കുലറിസം എന്നാണല്ലോ നിങ്ങൾ വക്കീലന്മാരെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കുലർ എന്ന് പറഞ്ഞാൽ സാർ കരുതുന്നതല്ല, അതെന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി, എന്താണ് ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ റിലീജിയൻസ്, അങ്ങനെയാണല്ലോ. അപ്പം മതങ്ങൾക്ക് തമ്മിൽ സർവമായ സമത്വം നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറേണ്ട കാര്യം എന്താണ്? മതപരിവർത്തനം എന്തിനാണ്? എല്ലാ മതവും തുല്യമാണെങ്കിൽ. അപ്പോൾ സർവമത സമത്വം എന്നതാണ് സെക്കുലറിസം എന്നതിന് അർത്ഥം എന്നുണ്ടെങ്കിൽ അതാണ് കോടതി അംഗീകരിച്ചിട്ടുള്ളതെങ്കിൽ മതപരിവർത്തനം ഇല്ലോജിക്കലും ഇല്ലീഗലുമാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരേ സമയം അത് അംഗീകരിക്കാൻ പറ്റില്ല. അതല്ല, മതങ്ങൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് വാദം എന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ മതം ഏറ്റവും സർവോത്കൃഷ്ടം, ബാക്കിയൊക്കെ നികൃഷ്ടം അല്ലെങ്കിൽ അപകൃഷ്ടം എന്നാണ് നിങ്ങളുടെ വാദം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന അതേ കാര്യം മറ്റേ മതത്തിനും പറയാമല്ലോ. അതെ. അങ്ങനെ വരുമ്പോൾ മതങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരും. അതുകൊണ്ടാണ് മതദ്വേഷമില്ലാതെ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞാൽ ഏത് മതത്തിലൂടെയും മനുഷ്യന് നന്നാകാനുള്ള മാർഗമുണ്ട് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ മതപരിവർത്തനത്തിന് സമ്പൂർണ്ണമായിട്ട് എതിരായിട്ടുള്ള ഒരാളാണ്. ഇവരൊക്കെ സെക്കുലറിസ്റ്റുകളല്ലേ? അവരൊക്കെയാണല്ലോ യഥാർത്ഥത്തിൽ സെക്കുലറിസ്റ്റുകൾ. നമ്മൾ മാനവികവാദത്തെക്കുറിച്ച് പറയുമ്പോഴും സെക്കുലറിസത്തെക്കുറിച്ച് പറയുമ്പോഴും സർവമത സമത്വവാദത്തെക്കുറിച്ച് പറയുമ്പോഴും മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും പേര് പറയാതെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ പറയും, നിങ്ങൾ ഈ ഭരണഘടന അനുശാസിക്കുന്ന സർവമത സമത്വം അംഗീകരിച്ചു കഴിഞ്ഞാൽ
പിന്നെ നിങ്ങൾക്ക് യേശുക്രിസ്തുവിലൂടെ മാത്രമേ ജന്മപാപം മോചിപ്പിക്കാൻ കഴിയൂ എന്ന സിദ്ധാന്തം അപ്രസക്തമാണെന്ന് കൂടി സമ്മതിക്കേണ്ടി വരും. അതെ അതെ. അത് തയ്യാറുണ്ടോ എന്നുള്ളതാണ്. അതല്ല, ഞങ്ങളുടെ മതം സർവോത്കൃഷ്ടമായിട്ട് നിൽക്കുന്നു, നിങ്ങളുടെ മതം നികൃഷ്ടമാണ് എന്ന് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുകയും നിങ്ങളുടെ മതം ഉത്കൃഷ്ടമാണ് എന്ന് പറയാതിരിക്കുകയും വേണം എന്ന് പറഞ്ഞാലേ അതെങ്ങനെ ശരിയാകും? അങ്ങനെ വരുമ്പോഴാണ് ആളുകൾ ഒഡീഷയിലെ പോലെ വഴിയിലിറങ്ങുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ മതഭേദ വിചാരം ഇവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അവരുടെ മതമാണ് സർവോത്കൃഷ്ടം എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ മതവും മാത്രമാണ് മഹത്ത്, ബാക്കിയൊക്കെ മോശം എന്ന് ആരെങ്കിലും കരുതി കഴിഞ്ഞാൽ, അങ്ങനെ കരുതുന്നവൻ മതസംഘർഷത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.